ക്ഷേത്രോത്സവങ്ങളിലും പള്ളിപ്പെരുന്നാളിലും ഗാനമേളയോ സ്റ്റേജ് ഷോയോ ഉണ്ടെങ്കിൽ സംഘർഷം പതിവായിരിക്കും. ഇതിൻ്റെ പേരിൽ പിന്നീട് ആക്രമണ പരമ്പര തന്നെ ഉണ്ടാകാം. ഇടുക്കി തോപ്രാംകുടിയിൽ ഉത്സവത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച കേസിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. തോപ്രാംകുടി സ്വദേശി ജിജേഷിനെ ആക്രമിച്ച കേസിൽ 8 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പേർ പ്രതികളാകുമെന്നാണ് സൂചന. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തോപ്രാംകുടിയിലെ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് മുരിക്കാശ്ശേരി പോലീസ് 8 പേരെ കസ്റ്റഡിയിലെടുത്തത്. ക്ഷേത്രാങ്കണത്തിൽ ഗാനമേളയ്ക്കിടെയുണ്ടായ സംഘർഷമാണ് സംഭവത്തിന്റെ തുടക്കം. പോലീസ് എത്തി ബഹളമുണ്ടാക്കിയവരെ സ്ഥലത്ത് നിന്ന് മാറ്റിയെങ്കിലും 1 മണിക്കൂറിന് ശേഷം ടൗണിൽ വെച്ച് തോപ്രാംകുടി സ്വദേശിയും ടൗണിലെ ലോട്ടറി വ്യാപാരിയുമായ കുഴിക്കാട്ട് ജിജേഷിനെ ഒരു സംഘം ആളുകൾ ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. കമ്പിവടിയും കുറുവടികളും ഉപയോഗിച്ച് നടത്തിയ ആക്രമണത്തിൽ ജിജേഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ഇയാൾ എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ്. ആക്രമണത്തിന് ശേഷം സ്ഥലത്ത് നിന്നും കടന്നുകളഞ്ഞ 8 പ്രതികളെയാണ് എറണാകുളത്ത് നിന്നും പിടികൂടിയത്. കാമാക്ഷി അമ്പലമേട് സ്വദേശികളായ അനന്തു, സച്ചു, തോപ്രാംകുടി സ്വദേശികളായ ശരത്, രാഹുൽ, അരുൺ, അഭിലാഷ്, പ്രകാശ്, നോബിൾ മത്തായി, പടമുഖം സ്വദേശി സുനീഷ്, കൊന്നക്കാമാലി സ്വദേശി വിഷ്ണു എന്നിവരാണ് പ്രതികൾ. പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിലൊരു വിജേഷ് എന്ന് പറയുന്ന ആളെ രാത്രി ഒരു 10 കൂടി 9ഓളം പ്രതികൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ച് സംഭവമാണ്. അതിലിപ്പോൾ നമ്മൾ 307, അതായത് ഓഡിയോ BNS 109 പ്രകാരം കേസെടുത്തിട്ടുണ്ട്. റൈറ്റിംഗ് സെക്ഷനിലായിട്ട് കേസെടുത്തിട്ടുണ്ട്. പ്രതികളെ 8 പേരെ എറണാകുളത്ത് ഇന്നലെ CID SIയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി തുടർ നടപടികൾ CID അവരെ തെളിവെടുപ്പിനായിട്ട് ഉടനെ കൊണ്ടുപോകുന്നുണ്ട്. പോലീസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. പോലീസ് ഇടപെടുകയും അവരെ പറഞ്ഞുവിടുകയും ചെയ്തിരുന്നതാണ്. അവിടെ തുള്ളുന്നത് സംബന്ധിച്ച് ഗാനമേളയ്ക്ക് ഡാൻസ് കളിക്കുന്നത് സംബന്ധിച്ച് ഒരു പ്രശ്നമാണ് ഉണ്ടായത്. അത് അവരെ ഒഴിവാക്കി പോലീസും കമ്മിറ്റിക്കാരും ചേർന്ന് വിട്ടതാണ്. അതിനുശേഷം വീണ്ടും ഒരു 300-400 മീറ്റർ മാറിയുള്ള ഒരു സ്ഥലത്ത് വെച്ചാണ് വീണ്ടും ഇയാളെ ഇവർ ചെന്ന് പ്രശ്നമുണ്ടായി. വിജേഷുമായിട്ട് ഈ പറഞ്ഞ പ്രതികൾ കമ്പിവടിക്ക് അടിച്ച് 3ഓളം പേര് കമ്പിവടിക്കും ബാക്കിയുള്ളവർ മർദ്ദിച്ചു. നല്ല രീതിയിൽ പരിക്കേറ്റിട്ടുണ്ട് ആൾക്ക്. അമൃത ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റിലാണ്. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ന്യൂസ് 18 ഇടുക്കി.